9-ാം അധ്യായം സൂറത്തു തൗബയിലെ 38-ാം വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. ഹിജറയുടെ 9-ാം വർഷം. അറേബ്യയിൽ എങ്ങും കടുത്ത ചൂടും വിഭവങ്ങളുടെ ശൂന്യതയും വിളവെടുപ്പിന്റെ കാലവും. മദീനയിൽ വിശ്വാസികൾക്ക് ഒരു നിർണായക പരീക്ഷണ സന്ദർഭം രൂപപ്പെട്ടു. ഇസ്ലാമിന് നേരെ റോമൻ സാമ്രാജ്യത്തിന്റെ ഭീഷണി വടക്കൻ അതിർത്തിയിൽ നിന്ന് മദീനയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ തബൂക്കിലേക്കുള്ള സൈനിക പ്രയാണത്തിന് വിളിച്ചു. എന്നാൽ ചിലർക്ക് ഈ യുദ്ധവിളി അസ്വസ്ഥതയുണ്ടാക്കി. ഈ യാത്രയ്ക്ക് ഏറെ ദൂരം സഞ്ചരിക്കണം, ചൂട് അതിതീക്ഷ്ണവും സാമ്പത്തിക സ്ഥിതി ദുർബലവും. ചിലർ പിന്നോട്ട് നീങ്ങി. ഭൂമിയിലെ ജീവിത സൗകര്യങ്ങൾ അവരുടെ ഹൃദയങ്ങളെ ഭൗതികതയിലേക്ക് തിരികെ വിട്ടു. അപ്പോഴാണ് ആകാശത്തിൽ നിന്നൊരു ദിവ്യ സന്ദേശം അവതരിച്ചത്. സൂറത്ത് തൗബയിലെ 38-ാം വചനം. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾക്കെന്തു പറ്റി? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടുകൊള്ളുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുന്നു. പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തിന്റെ മുമ്പിൽ ഇഹലോകത്തിലെ സുഖാനുഭവം തുച്ഛം മാത്രമാകുന്നു. അള്ളാഹുവിന്റെ ഈ വാക്കുകൾ വെറും ശാസനമല്ല, അത് ഹൃദയങ്ങളെ കുലുക്കുന്ന ദൈവിക വിളി, വിശ്വാസത്തിന്റെ യഥാർത്ഥ സാക്ഷ്യം. തബൂക്ക് യാത്രയുടെ പശ്ചാത്തലത്തിൽ ഈ വചനം ഇന്നും വിശ്വാസികൾക്കായി ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നു. വിശ്വാസത്തിന്റെ സാക്ഷ്യം പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിടുമ്പോൾ പ്രകടിപ്പിക്കണം. ഇഹലോക സുഖങ്ങളിൽ കുടുങ്ങാതെ ദൈവത്തിന്റെ വഴിയിൽ ഉറച്ചു നിലനിൽക്കുക. കാരണം പരലോകമാണ് ലക്ഷ്യവും ശാശ്വതവും. ഭൗതികതയിൽ ഹൃദയത്തെ കെട്ടിയിടാതെ ഊർജ്ജസ്വലമായി പരലോകത്തിന് മുൻഗണന നൽകുക. അതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പാത.